ഹലോ, വെൽക്കം ടു PEPP KTET. KTET ഒക്ടോബർ 2023 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പം ഒരുപാട് ആളുകൾക്ക് KTET ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. KTET ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പല ആളുകളും എക്സാമിനേഷൻ എഴുതിയിട്ട് കിട്ടാതെ പോയ ആളുകളുണ്ടാവും. കിട്ടാതെ പോയ ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളൊരിക്കലും പരാജയത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് പരാജയങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടിയും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതയായിരിക്കും ഒരുപക്ഷെ ഈ പരാജയത്തിലൂടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് സംവിധാനത്തിൻ്റെ പ്രശ്നമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ നല്ലവണ്ണം തയ്യാറെടുത്തിട്ടുണ്ടാവും. തയ്യാറെടുപ്പിലുള്ള എന്തോ ഒരു തകരാറായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ KTET ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ KTET എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജോലിയിലേക്ക്, അധ്യാപന മേഖലയിലേക്കൊക്കെ കടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് KTET എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പരാജയപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി സപ്പോർട്ടിങ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നേക്കാം. അടുത്ത വർഷം, അതായത് ഈ അടുത്ത ടേമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ്. ആ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് എൻട്രൻസ് എക്സാമിനേഷൻ മനോഹരമായി മാറ്റാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് ഇതിന് ടെൻഷൻ അടിക്കുകയോ അതിലെനിക്ക് കിട്ടാതെ പോയാൽ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരിക്കലും നമ്മൾ ഒന്ന് കഴിഞ്ഞതിൽ നിന്നൊന്ന് വീണ്ടും മറ്റൊന്നിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അടുത്ത ജൂണിൽ KTET എക്സാമിനേഷൻ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ PEPP KTET ഉണ്ടാവും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ പരിചയമുള്ള എബിക് ലേണിംഗുമായി സഹകരിച്ചുകൊണ്ടാണ് PEPP KTET നമ്മൾ ഈ വർഷം മുതൽ KTET ക്ലാസ്സുകളുമൊക്കെ നമ്മൾ നടക്കുന്നത്. പരിചയസമ്പന്നമായ അധ്യാപകർ, കേരളത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള അധ്യാപകർ നമ്മൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കും. ലൈവ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല കോംപ്രഹെൻസീവ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. റെഗുലറായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. മെഗാ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയും നമുക്ക് അടുത്ത വർഷം ഒന്നുകൂടി നല്ലോണം പരിശ്രമിച്ചു കഴിഞ്ഞാൽ, വീണ്ടും നല്ല രീതിയിൽ നമ്മൾ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ KTET കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് പരാജയപ്പെട്ട ഈ വർഷം കിട്ടാതെ പോയ ആളുകൾ ഒരിക്കലും പ്രയാസപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ടതില്ല. നമുക്ക് വീണ്ടും ഒരു ശ്രമം കൂടി നടത്തി നോക്കാം. നമ്മൾ ശ്രമങ്ങൾ കൂടുതൽ നടത്തുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും നല്ല വിജയങ്ങൾ ഉണ്ടാവുക. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.